എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, കശിതാർബിയുടെ ദിവസമാണ്. ഇന്ന് അനുഗ്രഹം കിട്ടുന്ന എല്ലാവർക്കും, ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും എല്ലാ മതക്കാർക്കും കശിതാർബിയുടെ പ്രത്യേക അനുഗ്രഹങ്ങളുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് ഉച്ചഭക്ഷണം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഉച്ചക്ക് നമ്മൾ ആദ്യം പച്ചക്കറി കാണിക്കാം. ഇതെന്ത് അറിയാം? ബീൻസ് അത് രണ്ടുപേർക്ക് ഉണ്ടാക്കിയിട്ടുള്ള അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതെന്ത് ചാറാ? മോരുചാറ്. നല്ല ഉഗ്രം ചാറാ. അത്ര തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കണേ. നിങ്ങൾ കുറച്ചെടുത്തിട്ടുള്ളത് ചട്ടിന്ന് കുറച്ചെടുത്ത് ചൂടാക്കിയത്. എന്ത് മീനാണ് ചെയ്ത്? കൂരുവാള. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഞങ്ങൾ ഇത് രണ്ടുപേർക്ക് വാങ്ങിച്ചിട്ടുള്ള മീറ്റ് മാത്രമേ മേടിച്ചത്. ഞങ്ങളൊരു ഓൺലൈൻ ആപ്പ് ഉണ്ട്, അതിൽ നിന്ന് ഓർഡർ ചെയ്ത് ചിക്കൻ എത്ര ഉണ്ടായാലും കുറച്ചല്ലേ ഉണ്ടായുള്ളൂ. ബാക്കി ചട്ടിയിൽ ഇരിക്കുന്നുണ്ട്. രണ്ടുപേർക്കുള്ള ചിക്കൻ ഫുൾ ചിക്കൻ മേടിച്ചില്ല ഇന്ന്. പിന്നെ മുട്ട വറുത്തതിലും കൊച്ചിക്കാർക്ക് എന്ത് ഭക്ഷണം വേണ്ട. 2 മുട്ട വറുത്തതല്ലേ ചെയ്ത്. വേണ്ട. പിന്നെന്താ ഉള്ളത് നമുക്ക്? പിന്നെ നമുക്ക് ചോറ് വിളമ്പല്ലേ. അപ്പം ഇപ്പം എല്ലാവരും ചോദിക്കും അമ്മച്ചിക്ക് കൊടുക്കാത്ത എന്താ? അമ്മച്ചി അങ്ങനെ കഴിക്കൂല. കഴിക്കും, പക്ഷെ ഇപ്പം കഴിക്കൂല. അപ്പം ഞാനും കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ചോളൂ. ഇത് ചാറ് വയ്ക്കാൻ വേണ്ടിയാണ്. നല്ല ചാറ് എപ്പോഴും കൂടുതൽ വേണം എനിക്ക്. ഇതണ്ട മുട്ട ലാസ്റ്റ് ഇടാം. അവിടെ ഇരുന്നട്ടെ. പിന്നെ ലെഗ് പീസും ഉരുളക്കിഴങ്ങിട്ടാണ്ട് വെച്ചാണ്. ലെഗ് പീസും ഇത്തിരി ഉരുളക്കിഴങ്ങ്. പിന്നെ നമ്മുടെ പച്ചക്കറി വെച്ചത് പച്ചക്കറിയൊക്കെ കൂടുതലിരുന്നോട്ടെ. പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡ് മീൻ, ഇത് കൂരുവാള. കഴിച്ചിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ മുട്ട പകുതി എടുത്തപ്പോ പകുതി അമ്മച്ചിക്ക്. അമ്മച്ചി മുട്ട കൊടുത്ത് കഴിക്കൂല. സൈഡിൽ മുട്ട കൊടുത്തത്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഉണക്കച്ചെമ്പ് വറുക്കാനുണ്ടായി. അപ്പോൾ ഇന്നലെ ഉണക്കച്ചെമ്പ് കഴിച്ചുകൊണ്ട് കഴിക്കല്. വറുത്തതിൽ കൊണ്ടുവന്ന് വെച്ചാൽ ഇതണ്ട ഇങ്ങനെ എടുക്കുക. കുറച്ച് പച്ചക്കറി വെക്കുക, കുറച്ച് മുട്ട വെക്കുക, ഉരുളക്കിഴങ്ങ് വെക്കുക. മീൻ പിന്നെ നമുക്ക് കഴിക്കാം. മീൻ ഇതിലൂടെ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എടുത്തിട്ട് കൊള്ളാം. അതെ, മോരുചാറ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഹാപ്പി ലഞ്ച്.